ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റമാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴവും അരിപ്പൊടിയുമാണ്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കണം. പിന്നെ അതിൻ്റെ തൊലി കളയണം. അതിൻ്റെ തൊലിയും അരിയും കളഞ്ഞതിന് ശേഷം ഇതിനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഏത്തപ്പഴ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഏത്തപ്പഴ പേസ്റ്റ് വെച്ച് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ അച്ചിലാക്കാം. ശേഷം ഒരു വാഴയിലയിലേക്ക് കുറച്ച് തേങ്ങ ചുരണ്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഷേപ്പാക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് തൂവിക്കൊടുക്കാം. ഇനി നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ച നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഏത്തപ്പഴ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു രസത്തിനാണേ. സാധനം ഏത്തപ്പഴം വെച്ചുണ്ടാക്കിയതാണെങ്കിലും ആരും തന്നെ ഇത് ഏത്തപ്പഴ ഇടിയപ്പമാണെന്ന് പറയത്തില്ല. കാരണം ഇതിന് എനിക്ക് കിട്ടിയൊരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ചക്കയുടെ ഒരു ടേസ്റ്റായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചക്ക ഇടിയപ്പം എന്ന് വിളിക്കാം. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ടേസ്റ്റാണ് ഇതിൽ കിട്ടിയതെന്ന് പറയണം. ചക്കയുടേതാണോ ഏത്തപ്പഴത്തിൻ്റെ ആണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുകൊണ്ട് തന്നെ ഞാൻ അടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടയും അടിപൊളി ടേസ്റ്റായിരുന്നു. കറക്റ്റ് ഒരു ചക്ക അടയാണെന്ന് മാത്രമേ ഇത് തോന്നത്തുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്